നീ പോയി മുമ്പേ ഐക്യം സിന്ദാബാദ്, ഐക്യം സിന്ദാബാദ്, വ്യവസായ ഐക്യം സിന്ദാബാദ്, ഐക്യം സിന്ദാബാദ്, റിപ്പബ്ലിക്ക് സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായ ഐക്യം സിന്ദാബാദ്, റിപ്പബ്ലിക്ക് സിന്ദാബാദ്. മൊത്തം യൂണിറ്റ് തന്നെ വിചാരിക്കും ബോഡി വ്യാപാരി വ്യവസായി വ്യാപാര സമിതിയുടെ അംഗങ്ങൾ നമ്മുടെ രാജ്യം 77ാം ദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1950 ജനുവരി 26 ഇന്ത്യയിൽ പരിപൂർണ്ണ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് അതിൻ്റെ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന അത് രൂപീകരിച്ച അതിൻ്റെ ശില്പികൾ വളരെ വിശാല അർത്ഥത്തിൽ ഒരു ഇന്ത്യ, അതായത് ബഹുസ്വരതയിൽ നിന്ന് ഉയർന്നു വന്ന ഇന്ത്യ, വിവിധ ജാതി മത ചിന്താഗതികളുള്ള, വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, വിവിധ മതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം, അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഒരു മുത്തുമാലയുടെ അതിൻ്റെ ഓരോ മുത്തുകളും പല സ്റ്റേറ്റുകളായി നിൽക്കുമ്പോൾ അതിനെ എല്ലാത്തിനെയും ഒരു സ്റ്റേറ്റിൽ ഒന്നിച്ച് ഇന്ത്യ എന്ന ആ ഒരൊറ്റ നാമധേയത്തിൽ എത്തിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതിൻ്റേതായ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇക്കാലത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടന അത് ഉയർത്തിയ മൂല്യങ്ങൾ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? സാധാരണ ജനങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരു സംശയമുണ്ട്. ആ ഭരണഘടന ഉയർത്തിയ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് മാറി വരേണ്ടത് നമ്മുടെ എല്ലാം വിവിധ രാഷ്ട്രീയ ചിന്താഗതികളുള്ള, വിവിധ മതവിശ്വാസികളുള്ള ഈ രാജ്യത്ത് ഇതെല്ലാം ഇതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന ഉയർത്തിയ മൂല്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് കൂടുതലായി പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിക്കുന്നു. അഭ്യർത്ഥിച്ചുകൊണ്ട് ജനസേവയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം അത് ഇന്ത്യ മഹാരാജ്യത്ത് നൽകിത്തരുന്നതാണ് മതേതരത്വം. ആ മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ തരം ആൾക്കാർ എല്ലാം കൂടിച്ചേർന്ന് നിന്നുകൊണ്ട് ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ട് രൂപീകരിച്ച ഒരു ഭരണഘടനയാണ് ഇന്നും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഭരണഘടനയായി തുടരുകയാണ് ഈ ഭരണഘടന. ഈ ഭരണഘടന മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് ഇന്ന് ഈ രാജ്യത്ത് സ്ഥാനമില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നമ്മൾ വ്യാപാരം ചെയ്യുന്നത്. ഈ ഭരണഘടന ഉള്ളതിൻ്റെ പേരിലാണ് ജാതിപരമായി നമുക്ക് വിവേചനം കാണിക്കാതെ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നത്. വ്യാപാരികളെ സംരക്ഷിക്കുവാൻ ഈ നാട്ടിലെ സർക്കാർ മുൻകൈയെടുത്ത് ഓൺലൈൻ വ്യാപാരങ്ങൾ നിർത്തിക്കൊണ്ട് നമ്മുടെ വ്യാപാരികളെ, നാട്ടിൻപുറത്തെ വ്യാപാരികളെ സംരക്ഷിക്കുവാൻ വൻകിട ആളുകൾ ഇല്ലായ്മ ചെയ്യുകയും അല്ലെങ്കിൽ അത് നിർത്തലായിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ആനുകൂലികമായിട്ടുള്ള സംഭവങ്ങൾ നടത്തിത്തരണമെന്നാണ് ഈ രണ്ട് ഗവൺമെൻറ്റിനോടും എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. വ്യാപാരികളുടെ കാര്യമെല്ലാം പരിതാപകരമാണ്. ഈ റിപ്പബ്ലിക് ഡേയിൽ ഞാൻ അതൊന്നുകൂടി അനുസ്മരിക്കുകയാണ്. വ്യാപാരികളുടെ കച്ചവട മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിയന്തരമായി സർക്കാർ ഇടപെടണം. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ ഈ രാജ്യത്തെ വ്യാപാരികളെ കൂടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യം മുന്നോട്ട് പോവേണ്ടതെന്നാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സന്തോഷകരമായ ദിനമാണ്. കൊടി ഉയർത്താൻ നമുക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ കൊടി ഉയർത്തിയത്. ഇന്ത്യയിലെ ഭരണഘടന എഴുതിയുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. ആ ഭരണഘടന നിലനിൽക്കുവാൻ വ്യാപാരികൾ വ്യവസായി ഏകോപന സമിതി എന്നും പരിശ്രമിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നായി പരിശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവർക്കും 1000 ആശംസകൾ നേർന്നുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. റിപ്പബ്ലിക് ഡേ പങ്കെടുക്കാൻ എല്ലാവർക്കും ഒരു ഫോട്ടോ